ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാണിജ്യ വാതക സിലിണ്ടറിന്റെ ക്ഷാമം രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾക്ക് പൂട്ടുവീഴുന്നു. പല ഹോട്ടലുകളും വിഭവങ്ങൾ കുറച്ചു. വിവാഹ സദ്യ ഉൾപ്പെടെ മുടങ്ങുമെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റി. SNDP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. നാട്ടികയിൽ CC മുകുന്ദന് കോൺഗ്രസ് പിന്തുണയില്ല. മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടൽ. നാട്ടികയിൽ സുനിൽ ലാലൂർ UDF സ്ഥാനാർത്ഥിയായേക്കും. ചിമ്മിനിയിൽ വനംവകുപ്പ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് കൊല്ലപ്പെട്ടത്. ആനയുടെ ആക്രമണം ഫയർലൈൻ ജോലിക്കായി വനത്തിലെത്തിയപ്പോൾ. വാർത്തകളിലേക്ക് വിശദമായി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾക്ക് താഴെ വീഴുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം നിലവിൽ രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ ലഭ്യതയെ വളരെ അധികമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കൂടുതലും ഹോട്ടൽ ഉടമകളെ തന്നെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. ജില്ലയിലെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് നിലവിൽ നിൽക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലെ സാഹചര്യം ഇപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥയാണ്. ഓൾറെഡി തൃശ്ശൂരത്ത് ഒരു 20% കടകളും ഭക്ഷണങ്ങളില്ലാതെ തുറന്നു വെച്ചിരിക്കുകയാണ്. പല ഹോട്ടലുകളും ലഘുഭക്ഷണങ്ങളും കാപ്പിയും ചായയിലും ഒതുക്കി മെനു വെട്ടിക്കുറച്ചിരിക്കുകയാണ്. മിക്ക ഹോട്ടലുകളിലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലിക്കായുള്ളത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് തൊഴിലാളികളെ തിരിച്ചയച്ചാൽ പിന്നീട് തൊഴിലാളികളെ കണ്ടെത്തുക എന്നുള്ള പ്രതിസന്ധിയും ആശങ്കയും ഹോട്ടൽ ഉടമകൾ പങ്കുവെക്കുന്നു. നാളെ ഇത് ഫുള്ളായിട്ട് അടച്ചിടുമ്പോൾ ഞങ്ങളുടെ സ്റ്റാഫുകൾ പോയിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ സ്റ്റാഫുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിറകടുപ്പുകൾ ഉപയോഗിക്കുക എന്നത് പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിലാണ് മിക്ക കടകളും. തുറസായ സ്ഥലങ്ങളിൽ അല്ലാത്തതുമൂലം പുകയുയരുന്നത് മറ്റ് സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. സോളാർ അടുപ്പുകൾ ചിലവേറിയതാണെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. കഴിഞ്ഞ 2 വർഷം മുൻപ് വരെ നമുക്കിവിടെ സ്റ്റാഫുകൾ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ ചോറ് മാത്രം വെച്ചിരുന്നു വിറകില്. അത് അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് പുക വന്നു എന്നുള്ള കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് ഹെൽത്തിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ പുക ഉള്ളതുകൊണ്ട് ഗ്യാസ് തന്നെ ഉപയോഗിക്കണം. എന്നിട്ട് ഗ്യാസിലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഗ്യാസ് അല്ലാതെ വേറൊരു സംവിധാനം എന്ന് പറയാനുള്ളത് സോളാറോ അല്ലെങ്കിൽ കറണ്ടിൽ പ്രവർത്തിക്കുന്ന മെഷീനുകളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിനൊക്കെ വലിയ കറണ്ടും അതിനുള്ള സംവിധാനങ്ങളും സ്വന്തം ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാവർത്തികമുള്ളൊന്നും എളുപ്പമുള്ള കേസല്ല. കാരണം അത്രയധികം ചെലവുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഹോട്ടലുകൾ അടച്ചിട്ടാലും വാടക നൽകേണ്ടതുണ്ട്. സിലിണ്ടറുകൾ ഒട്ടും ലഭിക്കാത്ത സാഹചര്യമായതിനാൽ പൂർണ്ണമായി അടച്ചിടൽ തന്നെയാണ് ഏകമാർഗമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. വാണിജ്യ വാതക സിലിണ്ടർ നിയന്ത്രണം തുടർന്നാൽ സംസ്ഥാനത്ത് വിവാഹ സദ്യ ഉൾപ്പെടെ മുടങ്ങുമെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. മുൻകൂട്ടി ബുക്കിംഗ് ഏറ്റെടുത്തിരുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങൾ സിലിണ്ടർ ലഭിക്കാത്തതിനാൽ ആശങ്കയിലാണ്. സംസ്ഥാനത്ത് വാണിജ്യ LPG സിലിണ്ടറുകളുടെ ലഭ്യതയിലുണ്ടായിരിക്കുന്ന കുറവ് കേറ്ററിംഗ് മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലാക്കി. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എണ്ണ കമ്പനികളും ഇടപെടണമെന്നും അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. PM ഷമീർ, ബാലൻ കല്യാണി, AP പോൾസൺ, സുനിൽ കുമാർ, U സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റി. SNDP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. SNDP യോഗം ഡയറക്ടർമാരെയും അയോഗ്യരാക്കി. കണക്കുകൾ ഹാജരാക്കാത്തതാണ് കാരണം. വിമത വിഭാഗം നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. MK സാനു മാസ്റ്റർ അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. 3 വർഷമായി ഓഡിറ്റ് അക്കൗണ്ട് ഹാജരാക്കിയിരുന്നില്ല. നാട്ടികയിൽ CC മുകുന്ദന് കോൺഗ്രസ് പിന്തുണയില്ല. CC മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിനോട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വിയോജിപ്പ് അറിയിച്ചു. മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്നും അത് UDF സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇതോടെ നാട്ടികയിൽ സുനിൽ ലാലൂർ UDF സ്ഥാനാർത്ഥിയായേക്കും. അതേസമയം നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിലപാടിലാണ് CC മുകുന്ദൻ. ആര് സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ മത്സരിക്കുമെന്ന് CC മുകുന്ദൻ ആവർത്തിച്ചു. ചിമ്മിനി ഉൾക്കാട്ടിൽ ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു.
എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. മംഗലം ഡാമിന്റെയും ചിമ്മിനി ഡാമിന്റെയും അതിർത്തി പ്രദേശമായ ഒളകര കവയിലായിരുന്നു സംഭവം. ഫയർലൈൻ ജോലിക്കായി പോയ 6 അംഗ സംഘത്തിന് നേരെയാണ് പിടിയാനയുടെ ആക്രമണമുണ്ടായത്. ആനയുടെ മുന്നിൽ അകപ്പെട്ട സംഘം പല വഴിക്കായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അരമണിക്കൂറിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് കാട്ടാന ആക്രമിച്ച നിലയിൽ കുമാറിനെ കണ്ടത്. കൂടെയുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബിന്നി, ശ്രീജിത്ത്, വാച്ചർമാരായ ഫാരിസ്, വിപിൻ, അനീഷ് എന്നിവർ ചേർന്നാണ് കുമാറിനെ കാടിന് പുറത്തെത്തിച്ചത്. വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വരന്തരപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാൻ തടസ്സം നിൽക്കുന്ന അധികാരികൾക്കെതിരെ പ്രതിഷേധവുമായി തൃശൂർ പൂരപ്രേമി സംഘത്തിന്റെ പേരിൽ നഗരത്തിൽ പോസ്റ്ററുകൾ. യഥാർത്ഥ പൂരമുടക്കികൾ ആരെന്ന് തിരിച്ചറിയാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പെന്ന് പോസ്റ്ററിൽ പറയുന്നു. തൃശൂർ പൂരത്തിനും ക്ഷേത്ര ആചാരങ്ങൾക്കുമായി ആനകളുടെ കുറവ് പരിഹരിക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാൻ അനുമതി നൽകുന്നവർക്ക് വോട്ട് ചെയ്യൂ എന്ന മുന്നറിയിപ്പും പോസ്റ്ററിലുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പിൽ പോലീസിന്റെ സാന്നിധ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി CAPF-ഉം ലോക്കൽ പോലീസും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന മാർച്ച് തെക്കേ ഗോപുര നടയിലെത്തി സമാപിച്ചു. ഡിജിറ്റൽ റീസർവേ ഉപകരണങ്ങൾ വാങ്ങിയതിൽ 364 കോടിയുടെ അഴിമതി ആരോപിച്ച് മന്ത്രി കെ രാജനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് UDF ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ മണ്ണുത്തി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മണ്ണുത്തി പള്ളി പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ റീസർവേ ഉപകരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ മന്ത്രി രാജൻ ജയിലിൽ പോകുമെന്ന് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. UDF ഒല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ TF സിജു, KA അബ്ദുൾ അസീസ്, സജീവൻ കുരിയേച്ചിറ, ബിന്ദു കാട്ടുങ്ങൽ, സിനോയ് സുബ്രഹ്മണ്യൻ, ബിനു വർഗീസ്, സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. 550 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേക്ക് ഉപകരണങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഡിജിറ്റൽ റീസർവേ നടത്തുവാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് പ്രൈവറ്റ് സെക്ടറിൽ ഉള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇത് നടത്തി തരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, അതിന് ഉപകരണങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള സർവേ ഡിപ്പാർട്ട്മെന്റ് ആണ് മുൻകൈയെടുത്തത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ഇവിടെ റീസർവേ നടക്കുന്നതിന് വേണ്ടി വാങ്ങിയിട്ടിരുന്നു. NDAയുടെ തൃശൂർ നിയോജക മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചുവരെഴുത്ത് നടത്തി. ശക്തനഗർ KSRTC റോഡിലെ മതിലിൽ താമര ചിഹ്നം വരച്ചാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ KR ഹരി, രഘുനാഥ് C മേനോൻ, പൂർണിമ സുരേഷ്, വിൻഷി അരുൺകുമാർ, AV കൃഷ്ണമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു.
തൃശൂർ സ്വരാജ് റൗണ്ട് BMBC നിലവാരത്തിൽ പുനരുദ്ധരിക്കുന്നതിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. 3.5 കോടി രൂപ ചെലവഴിച്ച് സ്വരാജ് റൗണ്ടിന്റെ 2 കിലോമീറ്ററോളം വരുന്ന ദൂരം ഉയർന്ന ഗുണമേന്മയിൽ BMBC ചെയ്യുന്ന പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TR സന്തോഷ്, അഡ്വക്കേറ്റ് ജേക്കബ് പുലിക്കോട്ടിൽ, കൗൺസിലർ രഘുനാഥ് C. മേനോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വർഷം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന പാച്ച് വർക്ക് അല്ലാതെ എന്താണ് അവർ ചെയ്തത്? ഞങ്ങൾ പുതിയ ഭരണസമിതി വന്ന് 2.5 മാസമായപ്പോഴേക്കും ഈ സ്വരാജ് റൗണ്ട് BMBC ടാറിംഗ് ചെയ്യാനുള്ള പ്രവർത്തനോദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, തീർച്ചയായും പുതിയ ഭരണസമിതി അധികാരത്തിലേറ്റപ്പോൾ ജനങ്ങളുടെ പലവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വരികയുണ്ടായി. അതിലെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്കറിയാം, ഏപ്രിൽ 26-ാം തീയതി ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം കടന്നു വരികയാണ്. തൃശ്ശൂർ ഉദ്ഘാടനം ഇന്ന് ഇവിടെ. തൃശ്ശൂരിന്റെ ചരിത്രം സ്വരാജ് റൗണ്ട് റോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കേരള ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയായി ലൈഫ് മിഷൻ മാറിക്കഴിഞ്ഞുവെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പ്രഖ്യാപനവും നിർവഹണ ഉദ്യോഗസ്ഥർക്കുള്ള അനുമോദനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ലൈഫ് മിഷൻ കോർഡിനേറ്റർ P. ആന്റണി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PS. വിനയൻ, ഷീല ജോർജ്, KR. മായ, VI. സജിത, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകരയിൽ അയൽവാസിയുടെ ദേഹത്ത് ചൂടുവെള്ളമൊഴിച്ച് ഗുരുതരമായി പൊള്ളലേൽപ്പിച്ച കേസിൽ അയൽവാസിയായ പ്രതി അറസ്റ്റിൽ. തെക്കുംകര കിഴക്കൂട്ടുവളപ്പിൽ കോതമകൻ രാജനാണ് അറസ്റ്റിലായത്. തെക്കുംകര പാണം വീട്ടിൽ ശശിയെയാണ് പ്രതി തിരുവോണ ദിവസം ചൂടുവെള്ളമൊഴിച്ച് പൊള്ളലേൽപ്പിച്ചത്. തന്റെ വീട്ടിലേക്ക് ബന്ധുക്കൾ വരുന്ന സമയം വീടിന് സമീപത്ത് മദ്യപിച്ച് കിടന്നതിനാണ് ചൂടുവെള്ളമൊഴിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുരളീധരൻ, സബ് ഇൻസ്പെക്ടർ ഹരിഹര സൂനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ വീടിനുള്ളിൽ MDMA വെച്ച് കള്ളക്കേസുണ്ടാക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് തൈക്കാട് സ്വദേശിയായ കുളങ്ങര വീട്ടിൽ ഹമീദ്, കോലഴി സ്വദേശിയായ അറക്കൽ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 5-നാണ് കേസിനാസ്പദമായ സംഭവം. മറ്റത്തൂരിലെ കിഴക്കൻ വനമേഖലയിലുള്ള ശാസ്താംപൂവം, കാരിക്കടവ് ആദിവാസി ഉന്നതികളിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് പുതിയ പദ്ധതി വേണമെന്ന ആവശ്യമായിരുന്നു. 2 ഉന്നതികളിലും ലക്ഷങ്ങൾ മുടക്കി കുടിവെള്ള പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വേനൽ രൂക്ഷമായാൽ വാഹനങ്ങളിൽ വെള്ളമെത്തിച്ചാണ് ജലക്ഷാമം പരിഹരിക്കുന്നത്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് 6 കിലോമീറ്ററോളം അകലെയുള്ള ശാസ്താംപൂവം വനപ്രദേശത്താണ് കാടർ വിഭാഗക്കാർ താമസിക്കുന്ന ആനപ്പാന്തം ഉന്നതിയുള്ളത്. 70ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. 12 വർഷം മുൻപ് ഇവിടെ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചു. ഉന്നതിയിലെ ഉയർന്ന ഭാഗത്ത് ജലസംഭരണി നിർമ്മിച്ച് മുഴുവൻ വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ ലഭ്യമാക്കുകയും ചെയ്തു. എന്നാൽ വേനൽ കടുത്താൽ കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നു പോകുന്നതോടെ പമ്പിങ്ങിനാവശ്യമായ വെള്ളം ലഭ്യമല്ലാതാകും. അധികൃതർ ടാങ്കറുകളിൽ എത്തിച്ചു നൽകുന്ന വെള്ളമാണ് പിന്നീട് മഴക്കാലം വരെ ഇവർക്ക് ആശ്രയം. ശാസ്താംപൂവത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കാരിക്കടവ് ആദിവാസി ഉന്നതിയിലും വേനൽക്കാലമായാൽ കുടിവെള്ളം കിട്ടാക്കനിയാണ്. മലയർ വിഭാഗക്കാരായ 15 കുടുംബങ്ങളാണ് കാരിക്കടവ് ഉന്നതിയിലുള്ളത്. കുറുമാലിപ്പുഴയുടെ കൈവഴിയായ മുപ്പിളിപ്പുഴയോരത്തുള്ള ഈ ഉന്നതിയിൽ കുടിവെള്ളത്തിനായി 2 വലിയ കിണറുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും
വേനലിൽ പുഴ വറ്റി വരളുന്നതോടെ കിണറുകളിൽ ജലനിരപ്പ് താഴും. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ടാങ്കർ ലോറിയിലെത്തുന്ന വെള്ളത്തെയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ആശ്രയിച്ചു പോരുന്നത്. ഈ സാഹചര്യത്തിൽ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി 2 ഉന്നതകളിലേക്കും വെള്ളം എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് ആവശ്യം. വെള്ളിക്കുളം വലിയ തോടിന് സമീപത്തായി പമ്പിംഗ് സ്റ്റേഷനും 7 കിലോമീറ്ററോളം നീളത്തിൽ വനഭൂമിയിലൂടെ പൈപ്പ് ലൈനും സ്ഥാപിച്ചാൽ ഉന്നതകളിൽ വർഷം മുഴുവൻ സമൃദ്ധമായി ശുദ്ധജലം എത്തിച്ചു കൊടുക്കാനാകും. അതല്ലെങ്കിൽ ഉന്നതകൾക്ക് സമീപം വറ്റാത്ത ജലസ്രോതസ് നിർമ്മിച്ച് പമ്പിംഗ് നടത്താനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര. യനമാവ് റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണലൂർ പുത്തനങ്ങാടി സ്വദേശി ചിനാപ്പള്ളി ആൻഡുമകൻ 44 വയസ്സുള്ള റിജു ആണ് മരിച്ചത്. മീൻ പിടിക്കാനായി ഫേസ് കനാലിലിട്ട വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഗുരുവായൂർ മമ്മിയൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൊവ്വല്ലൂർ കുറുവങ്ങാട്ടിൽ അമർനാഥിനാണ് പരിക്കേറ്റത്. ചാവക്കാട് ഭാഗത്ത് നിന്ന് കോട്ടപ്പടിയിലേക്ക് റോഡ് പണിക്ക് ആവശ്യമായ കോൺക്രീറ്റ് മിക്സുമായി പോവുകയായിരുന്ന ടിപ്പറാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ലോറി അരികിലേക്ക് മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ലോറിയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് മിക്സ് വീണത്. കാറിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കി. ദേവസ്വം ബോർഡിന് കീഴിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും ഓഫീസുകളിലും ആരംഭിച്ചിട്ടുള്ള കമ്പ്യൂട്ടറൈസേഷനും ഓൺലൈൻ ഫയലിംഗ് സംവിധാനവും കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 2 കോടി രൂപ വകയിരുത്തി. CCTV സംവിധാനം വിപുലപ്പെടുത്തുന്നതിനും 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, KP അജയൻ, P. ബിന്ദു, K. സുനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് യുവാവ് വീണു. കാസർഗോഡ് സ്വദേശി അച്യുതാനന്ദൻ ഷേണായിയാണ് വേണര എക്സ്പ്രസിൽ നിന്നും തെറിച്ചു വീണത്. യുവാവിനെ ചാലക്കുടി അഗ്നിശമന സംഘത്തിലെ സ്കൂബ ടീം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അങ്കമാലി കരയാമ്പറമ്പിലെ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഇയാൾ നാട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ഇയാളുടെ വാച്ച് റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. റംസാൻ വ്രതാനുഷ്ഠാനം 23 പിന്നിട്ടതോടെ മസ്ജിദുകളും വീടുകളും കൂടുതൽ പ്രാർത്ഥനാനിരതമായി. റംസാന്റെ അവസാന 10 രാത്രികളിലാണ് വിശ്വാസികൾ ലൈലത്തുൽ ഖദർ അഥവാ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയെ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാത്രി നമസ്കാരങ്ങൾ ദീർഘിപ്പിക്കും. മസ്ജിദുകളിൽ ഇഖ്തിഹാഫ് ഇരിക്കുകയും നിർധനർക്ക് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ദയാ ഹോസ്പിറ്റലിൽ വൃക്ക ദിനാചരണം സംഘടിപ്പിച്ചു. ദയ ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ നടന്ന വൃക്ക ദിനാചരണത്തിന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VK അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. ദയ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ TK രവീന്ദ്രൻ ആശംസ നേർന്നു. ദയ ഹോസ്പിറ്റൽ സീനിയർ നെഫ്രോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ TT പോൾ മുഖ്യപ്രഭാഷണം നടത്തി. വൃക്കകളുടെ ആരോഗ്യം, വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, വൃക്കകളുടെ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ ദയ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ C. അരുൺ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ദയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ K. ജയരാജൻ, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ KR രാഹുൽ, ഡയാലിസിസ് യൂണിറ്റ് ഇൻചാർജ് സിസ്റ്റർ ജിബീഷ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്ക ദിനാചരണത്തിന്റെ ഭാഗമായി ദയ ഹോസ്പിറ്റലിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് യൂറിൻ, പ്രോട്ടീൻ പരിശോധനകൾ സൗജന്യമായി നടത്തി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,870 രൂപ, പവന് 1,18,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാണിജ്യ വാതക സിലിണ്ടറിന്റെ ക്ഷാമം രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾക്ക് പൂട്ടുവീഴുന്നു. പല ഹോട്ടലുകളും വിഭവങ്ങൾ കുറച്ചു. വിവാഹ സദ്യ ഉൾപ്പെടെ മുടങ്ങുമെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റി. SNDP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്.
നാട്ടികയിൽ CC മുകുന്ദന് കോൺഗ്രസ് പിന്തുണയില്ല. മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടൽ. നാട്ടികയിൽ സുനിൽ ലാലു UDF സ്ഥാനാർത്ഥിയായേക്കും. ചിമ്മിനിയിൽ വനംവകുപ്പ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കുന്നു. എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് കൊല്ലപ്പെട്ടത്. ആനയുടെ ആക്രമണം ഫയർലൈൻ ജോലിക്കായി വനത്തിലെത്തിയപ്പോൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.